എല്ലാവർക്കും സ്വാഗതം. പുതുശ്ശേരി ഗാർഡൻസിൽ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ഫെനലോപ്സിസ് വന്നിട്ടുണ്ട്, ഡെൻഡ്രോബിയം വന്നിട്ടുണ്ട്. നേരിട്ട് വന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും വന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാം. കൊല്ലം ജില്ലയിൽ നിലമേലിൽ പുതുശ്ശേരി എന്ന സ്ഥലത്ത് പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റ് ആണ്. അപ്പം നേരിട്ട് വന്ന് പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ വന്ന് പർച്ചേസ് ചെയ്യുക. ഇനിയിപ്പോൾ ദൂരെ ആണെങ്കിൽ ആരും വിഷമിക്കേണ്ട, കൊറിയർ ഉണ്ട്. കസ്റ്റമർ റിസ്കിൽ പോസ്റ്റ് വഴി അയക്കും, അല്ലാത്തതെല്ലാം നമ്മൾ DTDC വഴി അയക്കും. അപ്പം ഇതുവരെ പോസ്റ്റ് അയച്ചൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ കസ്റ്റമർ റിസ്കിൽ തന്നെ പോസ്റ്റ് അയച്ചിട്ടുണ്ട്. യാതൊരു കുഴപ്പവും ദൈവം സഹായിച്ച് ഇല്ലാതെ തന്നെ എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. പക്ഷേ അത് നിരന്തരം പോസ്റ്റ് വഴി എടുക്കുന്നവരെ ആ ധൈര്യത്തോടുകൂടി എടുക്കാറുള്ളൂ. അല്ലാത്തവരെല്ലാം DTDC വഴി തന്നെയാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എന്തായാലും നമ്മൾ പറയുന്നത് DTDC വഴിയാണ്. അപ്പോൾ എന്തായാലും കണ്ടല്ലോ, ഈ ഒരു ഫെനലോപ്സിസിൻ്റെ കണ്ടോ, ഈ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്കാണ്, ഇപ്പം വന്നതേ ഉള്ളൂ. പഴയ സ്റ്റോക്കിലുള്ളതെല്ലാം തീർന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്കാണ് വന്നത്. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനുള്ളവർക്കും വന്ന് പർച്ചേസ് ചെയ്യാം. അപ്പം ദയവേത് ആരും പ്ലാന്റിൻ്റെ സൈസ് ചോദിക്കരുത്. പുതിയ കസ്റ്റമേഴ്സ് കാണുന്നത് കൊണ്ടാണ്. പഴയ കസ്റ്റമേഴ്സ് റിപ്പീറ്റേഷൻ ആയിരിക്കും, എല്ലാവരും ക്ഷമിക്കുക. വീണ്ടും വീണ്ടും പുതിയ കസ്റ്റമേഴ്സ് കാണുന്നത് കൊണ്ടാണ് വീണ്ടും പറയേണ്ടി വരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പ്ലാന്റാണ് സൈസൊക്കെ വരുന്നത്. അത് പല പ്ലാന്റും പല സൈസിലിരിക്കും. ഇതെല്ലാം ഒരു ടൈമിൽ വന്ന പ്ലാന്റ് ആണ്. പക്ഷേ മനുഷ്യരെ പോലെ തന്നെ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം വീഡിയോയിൽ കാണിച്ച ഈ പ്ലാന്റ് തന്നെ എന്താ തരാത്തതെന്ന് ചോദിക്കരുത്. കാരണം ഇവരെ പോലെ ഒരിക്കലും മറ്റേ പ്ലാന്റ് ആവണമെന്നില്ല. എന്നാ കണ്ടോ, ഇങ്ങനെയും ആയിരിക്കും. കണ്ടോ, ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പ്ലാന്റ്സിന് വരും. ഇവരെല്ലാം ഒരേ ടൈമിൽ ഫ്ലവറായി ഒരേ ടൈമിൽ തൈയായി വന്ന പ്ലാന്റുകളാണ്. പക്ഷെ വീഡിയോയിൽ കാണിക്കുന്നത് എന്തേന്ന് ചോദിച്ചിട്ടില്ല ഇതുവരെ ആരും. പക്ഷേ പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ്. ഒരുപാട് പേർക്ക് അറിയാം, അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരുവാണ്. അപ്പോഴായിരിക്കുമല്ലോ ആ ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആരും ഇതുവരെ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ വിചാരിക്കാറുണ്ട്. ഒന്ന് രണ്ട് പേര് ചിലപ്പം ചിലപ്പോൾ ചോദിച്ചാലോ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ് തന്നെ തരണേന്ന് ചിലർ പറയും. അപ്പം എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്ന വീഡിയോയിലുള്ള പ്ലാന്റ് ആണ്. അപ്പം ഇതെല്ലാം ഒരു ടൈമിൽ വന്ന, ഒരേ ടൈമിൽ തൈയാക്കി ഒരേ ടൈമിൽ ഫ്ലവറായി വന്ന പ്ലാന്റുകളാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പം ചിലതിന് 5 ഇതൾ കാണും. ചിലപ്പം ഞാൻ ഒരു ഉദാഹരണം പറയട്ടോ, ചിലതിന് 4 ഇതളേ കാണുള്ളൂ, ചിലതിന് ചിലപ്പോൾ 6 ഇതൾ വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായ? അപ്പം അത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഇതാക്കുക. കണ്ടോ, ഇതിന് കണ്ടോ, ഇതിന് രണ്ട് കമ്പ് വന്നിട്ട് ഫ്ലവറും ഉണ്ട്. കണ്ടോ, പക്ഷെ അതിന് 3 തയ്യാന്നുള്ളത്. ചിലത് 5 തൈ ഉള്ളതിന് ചിലപ്പോൾ എന്താ ഇത്ര പൂവേ ഉള്ളു. കണ്ടോ, അത് പൂവുണ്ട്, ഒരുപാട് മുട്ടൊക്കെ ഉണ്ട്, പക്ഷെ 2 കമ്പ് വരുന്നില്ല. കണ്ടോ, അപ്പം നിങ്ങൾക്ക് സന്തോഷമാവും. ഇതില് 3 എണ്ണം, പക്ഷെ രണ്ട് ഭാഗത്തുനിന്നും വന്ന് ഫ്ലവറൊക്കെ വന്നല്ലോ എന്ന് വിചാരിക്കും. അപ്പം അത് കറക്റ്റ് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ കൊറിയർ നമ്മൾ മാക്സിമം നന്നായിട്ട് അയക്കും. ദൈവം സഹായിച്ച് നല്ലപോലെ എത്തട്ടെ. കയ്യിൽ കൊണ്ടുവരുന്നതൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം പ്ലാന്റ്സുകൾ വാങ്ങുക, എപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പം എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു. ആവശ്യക്കാർ പെട്ടെന്ന് ബുക്ക് ചെയ്ത് ഓർഡർ എടുക്കുക കേട്ടോ. ഈ ഒരു ഫെനലോപ്സിസ് ഉണ്ട്, കണ്ടല്ലോ. പിന്നെ ഈ ഒരു കളറുണ്ട്, കണ്ടോ. ഞാൻ കാണിച്ച് പോവുകയാണ്. വാട്സപ്പ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്കിൽ കയറി വാട്സപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ കൂടി ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഈ ഒരു ഫ്ലവർ ഉണ്ട്. വെറൈറ്റി ആവശ്യപ്പെടുന്നവരെല്ലാം നോക്കുന്നവരെല്ലാം പെട്ടെന്ന് തന്നെ നോക്കിയെടുക്കുക കേട്ടോ. ഈ ഒരു കളറുണ്ട്. ഓൺലൈനിലുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തിട്ടാൽ മാത്രമേ പ്ലാന്റ്സ് മാറ്റാറുള്ളൂ. വെയിറ്റ് ചെയ്ത് മാറ്റി അല്ലാതെ വെക്കാറില്ല. കാരണം ആദ്യമൊക്കെ അങ്ങനെ ചെയ്ത് ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ് പിന്നെ നമ്മൾ ആ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞയക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ഒരുപാട് സന്തോഷം. വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറയുമ്പോൾ അതെനിക്ക് ഒരു സന്തോഷം. താങ്ക് യു കേട്ടോ എല്ലാവരോടും. ഒരുപാട് മാമൊക്കെ ഒരുപാട് പേര് വന്നിരുന്നു ഫെനലോപ്സിസിൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ടപ്പം. എന്നെ കാണാൻ എനിക്കും പറ്റി. കുറേ പേരൊന്നും കണ്ടിട്ടില്ല, കുറച്ച് പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കണ്ടവർ കാണാൻ കഴിഞ്ഞൊരു സന്തോഷം. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം, വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതൊരു സന്തോഷമാണ്. ഇത് കഴിഞ്ഞ വട്ടം വന്നിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല പ്ലാന്റാണ് ഇത്. ഒരു ഇതിൽ കണ്ടൊരു മജന്ത പോലെ വന്നിട്ടുള്ളത്. ഇത് ഡിമാൻഡായിട്ടുള്ള ഒരു തവണയൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് ആൾക്കാർ എടുത്തുകൊണ്ടിരുന്ന ഒരു പ്ലാന്റാണ്. ഉണ്ടല്ലോ, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഓഫ്
സാധാരണ നമ്മൾ വൈറ്റിലാണ് ഈ ഒരു കളർ ഡോട്ട് നമ്മൾ കാണുന്നത്. കണ്ടോ വൈറ്റിലാ. പക്ഷെ നല്ല വെറൈറ്റി കേട്ടോ. ഇതിന് വിടർന്നു വരപ്പോയിന് അല്ല, ഇത് പക്ഷേ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന മഞ്ഞ, അതായത് ലൈറ്റ് ക്രീം കളർ ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ ക്യാമറയിൽ പല കളറായിരിക്കും. പക്ഷെ എന്റെ കണ്ണുകൊണ്ട് കാണപ്പോൾ ഇത് ലൈറ്റ് യെല്ലോയ്ക്കകത്ത് ഷെയ്ഡ് വരുന്നതാണ്. ഇതൊരു വെറൈറ്റി അല്ലേ? ഇത് കാണുന്നവർക്ക് വെറൈറ്റിയാണ്, മനസ്സിലാവും. പക്ഷെ ഇതിനി വെള്ളയായി വരുമോ അതും എനിക്കറിയത്തില്ല. അപ്പം അതൊന്നും കുഴപ്പമില്ല എന്നുള്ളൊരു മാത്രം വാങ്ങുക കേട്ടാ. പരീക്ഷിച്ച് നോക്കാം എന്നുള്ള അർത്ഥത്തിൽ. കാരണം ചില ഫ്ലവേഴ്സ് വിരിഞ്ഞപ്പോ അതേ കളറിൽ എത്തുമോ എന്നുള്ള അറിയത്തില്ലല്ലോ. ഉമ്മ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ഇങ്ങോട്ട് പറഞ്ഞു തന്നേനെ, അതും അറിയത്തില്ല. എന്തായാലും ഉള്ളതുപോലെ പറഞ്ഞേ ചെയ്യുള്ളൂ. അപ്പൊ അതൊന്നും കുഴപ്പമില്ലാത്തവരൊന്ന് വാങ്ങിയാൽ മതി കേട്ടോ. ആ ഒരു ടൈപ്പ് ഫ്ലവറെ പ്രശ്നമൊന്നും വരാത്തവര് ഈ വെറൈറ്റി ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മെസ്സേജ് വാങ്ങിച്ചാൽ മതി. ബാക്കി ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നവര് വേറെ ഏതെങ്കിലും എടുത്താൽ മതി ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ. ഈ ഒരു കളറുണ്ട്, നല്ലതല്ലേ? നല്ല വിടർന്ന് നിൽക്കുന്ന ടൈപ്പാണ്. ഇതൊക്കെ ഞാൻ പണ്ട് പറഞ്ഞ പുലിക്കുട്ടി എന്നാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ പേര് അങ്ങനൊന്നും അല്ല കേട്ടോ. ഫെലോപ്സിസിൽ തന്നെ പല വെറൈറ്റി പേരുകൾ കാണും. ഞാൻ ഇട്ടേക്കുന്ന പുലിക്കുട്ടി എന്നാ. ഇത് നല്ല, എനിക്ക് യെല്ലോ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ലൈറ്റ് യെല്ലോ, ചന്ദന കളർ. യെല്ലോ അല്ല, ചന്ദന കളർ. നല്ല രസമില്ലേ ഇതൊക്കെ? കിളികളൊക്കെ നല്ല ബഹളം വെക്കുക. കണ്ടല്ലോ, അപ്പൊ ഫെലോപ്സിസ് ഇതാണുള്ളത്. ഇനി ഡെൻഡ്രോബിയത്തിലേക്ക് പോവാം. ഫെലോപ്സിസ് ഇവിടെയും ഉണ്ട് കേട്ടോ, കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയതായിരിക്കും. ഈ ഒരു കളറ് പുതിയ സ്റ്റോക്കാണേ, ശ്രദ്ധിച്ചോണേ. ആവശ്യക്കാർ നോക്കിയിട്ട് ഓർഡർ എടുത്തോണേ. മാക്സിമം റേറ്റ് കുറച്ചൊക്കെ തന്നെയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ദയവായിട്ട് അതെല്ലാവരും മനസ്സിലാക്കണം. അപ്പം റേറ്റും കാര്യങ്ങളൊന്നും വാട്സപ്പ് ഇതിനകത്ത് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാറില്ല. അത് നിങ്ങൾ ആരോടും വിരോധം ഉള്ളതുകൊണ്ടല്ല. ചിലരൊക്കെ ഇവിടെ ഹോൾസെയിലിനും വന്ന് എടുക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട. പിന്നെ റേറ്റുകൾ മാറി വരും. അപ്പൊ പഴയ വീഡിയോ കണ്ടിട്ട് റേറ്റ് ഇതാണ്, അയ്യോ ഇപ്പൊ ഇതായോ എന്നൊരു ഡൗട്ട് വേണ്ട. സ്റ്റോക്കുകൾ ഓരോ ടൈമിലും ഓരോ സ്റ്റോക്കുകൾ വരപ്പം റേറ്റ് നമുക്ക് വ്യത്യാസത്തിൽ കിട്ടപ്പോ ഇവിടെ റേറ്റ് വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് ആരും അയ്യോ റേറ്റ് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഈ റേറ്റ് ആണല്ലോ പറഞ്ഞത്, ഇപ്പൊ ഈ റേറ്റ് ആണല്ലോ എന്നാരും ദയവായിട്ട് വിചാരിക്കാതിരിക്കാനും കൂടിയാണ് അങ്ങനെ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ റേറ്റ് വീഡിയോയിൽ പറയത്തില്ല എന്ന് ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഓരോരുത്തർ ചിലപ്പം ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നത്. അപ്പൊ അവരോട് പറയുന്നത് വാട്സപ്പ് ചാനലിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. വാട്സപ്പ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം സ്ക്രീനിൽ. അതിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി. നല്ല ക്യൂട്ട് ഒരു യെല്ലോ ആണേ കേട്ടോ. ഇത് കഴിഞ്ഞ തവണ ഒരുപാട് പേര് ചോദിച്ചൊരു യെല്ലോ ആണിത് കഴിഞ്ഞ തവണ. അത് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ ബുക്ക് ചെയ്തു കേട്ടോ. നേരിട്ട് വരാനുള്ളവർ കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്ത് പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റ് ആണ്. പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റിന്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്ന. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ നോക്കി സ്ക്രീൻഷോട്ടൊക്കെ ഇപ്പൊ തന്നെ എടുത്തു വെച്ചോ. ഇതുപോലുള്ള സ്ഥലത്താണോ ഞാൻ എത്തിപ്പെട്ടതെന്ന് നോക്കിയിട്ട് വേണം കയറാൻ കേട്ടോ. ഒരുപാട് പേര് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് വ്യക്തമാക്കി പറഞ്ഞത്. ഗൂഗിളിൽ നിങ്ങൾ ലൊക്കേഷൻ വെക്കുക, പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റ് എന്നുള്ളത് കേട്ടോ. അപ്പൊ ആരും മറന്നു പോകണ്ട. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റിന്റെ നമ്പറും കിട്ടും. 9400271682. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനുള്ളവർക്കും വാങ്ങാനുള്ളവർക്കും ആ നമ്പറിലും വിളിക്കാം. 9400271681 വിളിക്കാം. അത് പിന്നെ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതിൽ വിളിച്ചാൽ, ഇത് ഓൺലൈനിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ല പറഞ്ഞത്, ഓഫ്ലൈനിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. കാരണം ഓൺലൈനിലുള്ളൊരു ഓഫ്ലൈനിലെ നമ്പറിൽ വിളിച്ചാൽ ഇവിടെ ഉമ്മയുടെ ഫോൺ കിട്ടൂല. പിന്നെ വിളിച്ചാൽ ചിലപ്പോൾ സമയത്ത് എടുക്കാനും പറ്റത്തില്ല. പിന്നെ എല്ലാവരും കൂടെ വിളിക്കപ്പോൾ ഇവിടെ വരുന്നവർക്ക് കാര്യങ്ങൾ ചോദിച്ച് മെസ്സേജ് അയക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഓൺലൈനിലുള്ളവർക്കുള്ള വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓഫ്ലൈനിൽ വന്ന് പർച്ചേസ് ചെയ്യാനുള്ളവർക്ക് ഗൂഗിളിൽ പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റ് ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
പുതുശ്ശേരി ഗാർഡൻസിന്റെ നമ്പരും ഡയറക്ഷനും ഒക്കെ കിട്ടും. അത് നോക്കി ഇങ്ങ് വന്നാൽ മതി. ഇനി ഒരുപാട് പേർക്ക് ഇത് നോക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ട്, ചെടിയെ സ്നേഹിക്കുന്ന എല്ലാമാണ്. പക്ഷെ അവർക്ക് ഇത് സ്ക്രീൻ ടൈമൊക്കെ നമ്മളെപ്പോലെ ഇപ്പം ഞാനൊക്കെ ഇപ്പൊ ഫുൾ വീഡിയോ എടുക്കാനൊക്കെ സ്ക്രീൻ ടൈമിലാണ്. സത്യമുള്ള കാര്യമാണ്, തലവേദന എടുക്കും. പക്ഷെ എന്നിരുന്നാലും ചെടികൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻ ടൈമൊക്കെ കുറച്ച് നേരിട്ട് വരാൻ വേണ്ടി നിന്ന് ആഗ്രഹിച്ച് ദൂരെ നിന്നൊക്കെ കഷ്ടപ്പെട്ടെങ്കിലും വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആരെങ്കിലും കൊണ്ട് ലൊക്കേഷനൊക്കെ ഇടിയിപ്പിച്ച് നോക്കിയിട്ട് വന്നാൽ മതി കേട്ടോ. കണ്ടല്ലോ, നല്ല ഇതൊക്കെ പുതിയതിപ്പോ വന്നതാട്ടോ. കണ്ടല്ലോ പ്ലാന്റ്സ് സൈസൊക്കെ കണ്ടല്ലോ വീഡിയോയിൽ. ഞാൻ കുറച്ചു നേരം നിന്ന് തന്നെ ഇങ്ങനെ കാണിക്കാം, കുറെ നേരം വീഡിയോ ഇങ്ങനെ തന്നെ വെച്ചേക്കാം. നിങ്ങൾ ജസ്റ്റ് നോക്കിയോ പ്ലാന്റിന്റെ സൈസ്. എത്ര ഫോട്ടോ തന്നാലും ഈ സൈസ് ഒരിക്കലും മാറൂല. ഇതൊക്കെ തന്നെ ആയിരിക്കും സൈസ്. അപ്പൊ അതൊക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു മാത്രം പ്ലാന്റ്സ് വാങ്ങിയാൽ മതി കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്ന കണക്ക് തന്നെ. കാരണം വെച്ചാൽ നമുക്ക് ഒരു സമാധാനമാണല്ലോ ഏറ്റവും വലുത്. ഞാൻ എപ്പോഴും പറയും കേട്ടോ, ഓൺലൈനിൽ സാധനങ്ങൾ അയക്കപ്പോഴത്തേക്ക് അതുകൊണ്ട് എനിക്കുള്ള കസ്റ്റമേഴ്സൊക്കെ ഏകദേശം അങ്ങനെയുള്ളവർ തന്നെ. അതുകൊണ്ട് അത് ദൈവത്തിന് നന്ദി. എനിക്ക് ടെൻഷൻ ആവുന്ന കസ്റ്റമേഴ്സിന് എനിക്ക് ഭയങ്കര ടെൻഷൻ ആവും. അപ്പം അതുകൊണ്ട് അതാണ് കേട്ടോ, കൂളായിട്ട് ചെടിയൊക്കെ അപ്പം കൂളായിട്ട് പരസ്പരം എടുക്കുന്നതാണ് നല്ലത്. ഭയങ്കരമായിട്ട് ഇവിടെ മക്കളെ ഒന്നും ചെയ്യല്ലേ മോനെ, കിളി പാവം സാധനം എടുത്ത്. അപ്പം ഈ മഞ്ഞക്കകത്ത് ഒരു വാട്ടർ കളർ പെയിന്റ് ഒക്കെ കൊടുത്ത പോലത്തെ ഒരു ഷെയ്ഡ് വരുന്നൊരു മഞ്ഞക്കകത്തുണ്ട്. പിന്നെ പിസ്ത ഗ്രീൻ പോലെ ഉണ്ട്. പിന്നെ ഇതുണ്ട്. ഇത് ഒരുപാട് മൊട്ടായിട്ടാട്ടോ ഇരിക്കുന്നതേ. ഇതുണ്ടോ, ഒരുപാട് പ്ലാന്റ്സുകൾ മൊട്ടായിട്ടായിരിക്കുന്ന മൊട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. കണ്ടല്ലോ, ഉയർന്ന കണ്ടല്ലോ, ഇത് കണ്ടല്ലോ. അപ്പൊ ഡെൻഡ്രോബിയം ഇഷ്ടപ്പെടുന്ന ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ഓർഡർ എടുത്ത് തുടങ്ങിക്കോ. കണ്ടല്ലോ, കഴിഞ്ഞ തവണ പ്ലാന്റ് വാങ്ങിയവരൊക്കെ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് പുതിയ കസ്റ്റമേഴ്സ്, എൻ്റെ റെഗുലർ കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു പാവം കേട്ടോ. അപ്പം ഹാപ്പി ആയിട്ട് തന്നെ അവർ അയച്ചിട്ടുണ്ട്. ഇതൊക്കെ നോക്കണം കേട്ടോ, ഇതൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. ഇപ്പം മെസ്സേജൊക്കെ ഒരുപാട് വന്നതാണ്. ഇതൊക്കെ ഞാൻ വാട്സപ്പിനകത്ത് ഒരു തവണയൊക്കെ ഇട്ടതേ ഉള്ളൂ. ഈ പ്ലാന്റിന് തന്നെ ഇപ്പൊ ഒരുപാട് പേര് മിക്കവാറും മെസ്സേജ് ചെയ്ത് കാണും. ഡെൻഡ്രോബിയത്തിൻ്റെതും ഇതാക്കണ്ടല്ലോ, പല വിലക്കുള്ളതുണ്ട്. സ്റ്റാർട്ടിങ് റേറ്റ് നമുക്ക് പല റേറ്റിനുള്ളതുണ്ടായിരുന്നു. എല്ലാ ഫ്ലവറോടുകൂടി ആയിക്കോളൂ. ഈ പ്ലാന്റ് കാണിച്ചിട്ട് പുറകിൽ നിന്ന് വേറെ പ്ലാന്റ് തരാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഈ ഒരു പ്ലാന്റ് ഇതേ സെയിം ഒരു പ്ലാന്റ് തന്നെ ആയിരിക്കും നമ്മൾ അയക്കുന്നത്. ഇതേ സെയിം പ്ലാന്റ് തന്നെ നമ്മൾ അയക്കുന്നത്. ഫ്ലവറോട് കൂടി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അല്ലാതെ നമ്മൾ ഇത് കാണിച്ചിട്ട് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് ആയിരിക്കത്തില്ല അയക്കുന്ന. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കും ഇതോടുകൂടി തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഫോട്ടോട് കൂടി തന്നെ നമ്മൾ അയക്കുന്ന. കണ്ടല്ലേ, അപ്പൊ ഇവിടെ ഡെൻഡ്രോബി ഒക്കെ വന്നിട്ടുണ്ട്. നേരിട്ട് പർച്ചേസ് ചെയ്യാനുള്ളൊരു വേഗം പൊക്കോളി, വന്നോളി. കണ്ടല്ലേ, ഇതാണിപ്പോ ഒരുപാട് കളേഴ്സ് ഇരിക്കുന്നത് കേട്ടോ. മൊട്ട് വിരിയുന്ന അനുസരിച്ച് ഞാൻ ടൈം കിട്ടപ്പോഴത്തേക്കും വന്നെടുക്കാം. പീച്ച് ഉണ്ട് കേട്ടോ, പീച്ച് കളർ പറഞ്ഞിട്ടുള്ളവരുടെ ശ്രദ്ധയ്ക്ക് പീച്ച് വന്നിട്ടുണ്ട്. അപ്പൊ പീച്ച് എന്തായാലും ഞാൻ മൊട്ട് നോക്കി മാറ്റുന്നതാണ്. പീച്ച് ഉമ്മച്ചിക്ക് അറിയാം നല്ലപോലെ മാറ്റാം പീച്ചിൻ്റെയൊക്കെ. നിങ്ങൾ കണ്ടാണല്ലോ വിരിയുന്നനുസരിച്ച് ഞാൻ കാണിക്കുന്നത്. കുറേയൊക്കെ മൊട്ടായിട്ട് തന്നെ അവർ ഇരിക്കുക. അതുകൊണ്ട് തന്നെ മൊട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വേഗം ഇങ്ങ് പൊക്കോളി. മൊട്ട് ഓൺലൈനിൽ വേണമെന്നുള്ളൊരു വേഗം ഓർഡർ ചെയ്തോളി. എനിക്ക് യെല്ലോ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ്. കുറേ മൊട്ട കണ്ട മൊട്ടിരിക്കുക. ഞാൻ എങ്ങനെ കാണിച്ചു തരും ഇവരെയൊക്കെ. ട്വിസ്റ്റഡ് പോലത്തെയാണ് കേട്ടോ. അതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ്.
ഇതിനോടൊക്കെ പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ. ഞാൻ തന്നെ കൗതുകപ്പെട്ടു, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് യെല്ലോയാണ് കൂടുതൽ ഇഷ്ടം. എന്തോ എനിക്ക് യെല്ലോ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇത്. അടിപൊളി. ഇതുവരെ ഇപ്പൊ പറയണമെന്ന് പറഞ്ഞ ശ്രദ്ധയ്ക്ക് വന്നിട്ടുണ്ട് ഇത്. നല്ല തീപ്പെട്ടി കളർ, നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂവ് എന്നതാ ഇത്. ഇതും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളറുണ്ട് കണ്ടല്ലോ, വൈറ്റ് വന്നിട്ട്. പിന്നെ നല്ല പരന്നിരിക്കുന്ന ആള്, നല്ല കളറ്, സൂപ്പർ ക്യൂട്ട്. കണ്ടോ, വിരിഞ്ഞത് ഏകദേശം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി വിരിയാത്തതായിട്ടുള്ളതൊക്കെ ഇരിപ്പുണ്ട്. അപ്പം പ്ലാൻസ് ഒക്കെ ആവശ്യമുള്ളവർ ബുക്ക് ചെയ്ത് ഉറപ്പാക്കി ഇടുക കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെന്തുവാ എപ്പോഴത്തെയും പോലെ ഇങ്ങനെ പറയണ്ടല്ലേ, ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ലൈക്ക് ചെയ്യുമോ. ചിലർ മറന്നു പോകും, വീഡിയോ കണ്ടിട്ടൊക്കെ പോകും, സമയമില്ലല്ലോ ഇപ്പം ആർക്കും. ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവർ ഇത് കാണാൻ വേണ്ടിയിരിക്കും. അപ്പം എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പ്ലാൻസ് ഒക്കെ സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് നല്ല ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള പ്ലാൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ അയച്ചു തരണം. പിന്നെന്താ, പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റാഫ് ചേച്ചി മഞ്ജു ചേച്ചി മരണപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞിരിക്കും. അപ്പം പുതിയ കസ്റ്റമേഴ്സിന് മനസ്സിലാവത്തില്ല ഓൺലൈനിലുള്ളവർ. അപ്പം ഞങ്ങളുടെ സ്റ്റാഫായിരുന്നു ചേച്ചി. കുറേ വർഷമായിട്ട്, ഒരു 22 വർഷമൊക്കെ ആയിട്ട്, 24 വർഷമൊക്കെ ആയിട്ട് ചേച്ചി ഇവിടെ തന്നെ വർക്ക് ചെയ്യുകയാണ്. ചേച്ചി പെട്ടെന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം ചേച്ചിയുടെ അമ്മയുടെ അക്കൗണ്ടിലോട്ട് കഴിയുന്നവർ പൈസകൾ ഇടുന്നുണ്ട്. അപ്പം ഒരു ചെറിയൊരു മോളുണ്ട്. അമ്മൂമ്മയുടെ ആശ്രയത്തിൽ മാത്രമാണ് അവൾ കഴിയുന്നത്. അപ്പം നമ്മൾ കഴിയുന്ന എല്ലാവരിലും ഇപ്പം ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. ചിലർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മറന്നുപോയവരുണ്ട് തിരക്കിൻ്റെ ഇടയിൽ. അപ്പം അവരെ വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്. ഇടാമെന്ന് പറഞ്ഞവർ തീർച്ചയായിട്ടും മറക്കരുത്, ഇടണം. എനിക്ക് ഓരോരുത്തരും പേഴ്സണലി വന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ചെറിയൊരു എമൗണ്ട് എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്നത് ഇടുക കേട്ടോ. അക്കൗണ്ട് നമ്പർ ഞാൻ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചേച്ചിയുടെ അമ്മയുടെ അക്കൗണ്ടാണ്. നിങ്ങൾ ഇട്ട് കഴിയപ്പം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് തരണം. കാരണം അതിനകത്ത് ഇത്ര തുക ഞാൻ ഇട്ടിട്ടുണ്ടെന്നുള്ളത് ഞാൻ എല്ലാ രേഖകളോടുകൂടി തന്നെ കുറിച്ച് വെക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു രേഖ എന്നുള്ള രീതിയിൽ എനിക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് എനിക്കൊന്ന് അറിയാനും, അത് ഒരു പ്രൂഫ് പോലെ നമുക്ക് എത്രയാ ഞാൻ മുഖേന ആളുകൾ ഇട്ടിട്ടുള്ളത് എന്ന് എനിക്കും കൂടി ഒരു ധാരണ വേണമല്ലോ. അതിൻ്റെ വേറൊന്നുമല്ല, അങ്ങനെ ഒരു ഇത് വേണമല്ലോ. എല്ലാത്തിനും അളന്ന് കളഞ്ഞാലും ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറയും പോലെ എല്ലാത്തിനും ഒരു ഇത് വേണം. അപ്പം അതുകൊണ്ട് നിങ്ങളത് സ്ക്രീൻഷോട്ട് എനിക്കും കൂടി ഒന്ന് തരിക. ചേച്ചിയുടെ അമ്മയുടെ അക്കൗണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ചേച്ചി അറിയുന്ന ഇവിടെ വരുന്ന കസ്റ്റമേഴ്സും നേരിട്ട് ആരും എന്താ പറയുക ഗാർഡനിലായിട്ട് അങ്ങനെ കൊടുക്കുകയേ ചെയ്യരുത്. അങ്ങനെ ആരും കൊടുക്കത്തില്ല. ചിലരൊക്കെ എന്താ പറയുക ഗൂഗിൾ പേ ഇല്ല, ഞാൻ കൈ തരട്ടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ അക്കൗണ്ടിൽ തന്നെ ഇടുക. ഗൂഗിൾ പേ ഒന്നുമില്ല, അക്കൗണ്ട് നമ്പറിൽ തന്നെ ദയവായിട്ട് എല്ലാവരും അത് ഇടുക കേട്ടോ. അപ്പോൾ അത് അക്കൗണ്ട് നമ്പറിൽ തന്നെ ദയവായിട്ട് എല്ലാവരും. പിന്നെ ആരും എൻ്റെ അക്കൗണ്ടിലോട്ടും ദയവ് ചെയ്ത് പൈസയൊന്നും ഇട്ട് കളയില്ല കേട്ടോ. ചിലർ പറയും അയക്കാൻ പാടുള്ളതുകൊണ്ട് നൂറ എനിക്ക് വിശ്വാസം, നൂറ ആയിട്ട് അങ്ങനെയും വേണ്ട. കാരണം നമ്മളെ ഇങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് പിന്നെ അത് അങ്ങോട്ടിട്ട് എനിക്കും അത് ഭയങ്കര പ്രയാസം, എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തോ ചെടിയുടെതും അതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇട്ടു എഴുതിയൊക്കെ ഞാനിങ്ങനെ അത് തന്നെ ഒരു കണക്ക് DTDCയുടെ കണക്ക്, അവർക്ക് കൊടുക്കാനുള്ള കൊറിയർ ചാർജ്, ഇതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമം അത്. അപ്പം ആ
അക്കൗണ്ടിലേക്ക് എന്നെ നേരിട്ട് നിങ്ങളൊക്കെ ഇടുക. ആരെങ്കിലും രണ്ടുപേരൊക്കെ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് ഞാൻ അപ്പം തന്നെ തിരിച്ചിട്ട് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്ത് എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും കൊടുത്തിട്ട് അവരെ കൊണ്ട് ചേച്ചിയുടെ അമ്മയുടെ അക്കൗണ്ടിലോട്ടങ്ങ് ഇട്ടാൽ മതി. ആരും ദേവിയുടെ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടരുത്. അത് സ്നേഹത്താൽ നിങ്ങളത് മനസ്സിലാക്കണം. അതും കാര്യമായിട്ട് നിങ്ങളത് ഉൾക്കൊള്ളണം കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് തന്നെ ചേച്ചിയുടെ അമ്മയുടെ അക്കൗണ്ടിലോട്ട് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് സെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം മാത്രം എൻ്റെ കൂടെ ഒന്ന് പറയുക കേട്ടാ. അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ചെടിയെക്കുറിച്ചാണെങ്കിലും എന്തിനെക്കുറിച്ചാണെങ്കിലും ദൈവം സഹായിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമ്മളെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങാം. കൊല്ലം ജില്ലയിൽ നിലമേലാണ് സ്ഥലം. പല വീഡിയോസിലും പറയാത്തതുകൊണ്ട് പുതിയ കസ്റ്റമേഴ്സ് ഭയങ്കര വിഷമത്തിലാണ് ചോദിക്കുന്നത്, സ്ഥലം പറയുന്നില്ലല്ലോ എന്ന്. അങ്ങനെയാണ് ഇപ്പോൾ സ്ഥലം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു വാൽഡയാണ്, മുകളിലോട്ട് കിടക്കുക കേട്ടോ. അത് പുലിക്കുട്ടിയാ കുത്ത്. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ടൈപ്പ് പ്ലാന്റ്സും നമ്മുടെ പുതുശ്ശേരി ഗാർഡൻസിലുണ്ട്. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ പോന്നാൽ മതി, നിങ്ങൾക്ക് നഷ്ടമൊന്നും ആവത്തില്ല. അത് ഞാനല്ല പറയുന്ന, നമ്മളെ കസ്റ്റമേഴ്സാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് പറയാം കാര്യം, ഇതൊക്കെ ഉമ്മച്ചി വാപ്പച്ചി ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതാണല്ലോ. ഉമ്മച്ചി ഒരു ചെടി അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. ചെടിയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പറയാം. കാരണം ഞാൻ സ്വന്തമായിട്ട് പൊക്കി പറയുമല്ല, എല്ലാ പ്ലാന്റും ഉണ്ട്. ദൈവം സഹായിച്ച് നല്ല പോലെയാണ് നോക്കുന്നത് കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര ചെടിയെന്ന് വെച്ചാൽ ഇഷ്ടമാണ്. ഞങ്ങളെക്കാട്ടും ചെടിയാണ് ഇഷ്ടം. ഇത് തായ്ലൻഡ് പപ്പായനെ മാത്രമല്ല, ഇവിടെ അച്ചാറിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പം അച്ചാറ് ഞങ്ങളുടെ ഫാമിൽ തന്നെ ഫ്രൂട്ട് വെച്ചിട്ടിട്ടുള്ള തായ്ലൻഡ് പപ്പായ കൊണ്ടിട്ടിട്ടുള്ള നല്ല നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻസ് മറ്റേ ഇത് എന്താ പറയുക പ്രിസർവേറ്റീവും കാര്യങ്ങളൊന്നും ചേർക്കാത്ത നല്ല നാച്ചുറലായിട്ടുള്ള പപ്പായ അച്ചാറുണ്ട്. സൂപ്പർ പിക്കിളാണ്, അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു വട്ടം ഇതിന് വാങ്ങിച്ചു നോക്കുക. ബിരിയാണിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ബിരിയാണിയല്ല സാധാ ചോറിൻ്റെ കൂടെ ആണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കഴിക്കും, ഉറപ്പാണ്. അപ്പം നല്ല അച്ചാറുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഗ്രാമിന്റെ ആണ് ഇത്. 220 വരുന്നുണ്ട് കേട്ടോ നമ്മൾ തൂക്കിയപ്പം. എന്തായാലും അളവിലും തൂക്കിലൊന്നും വെട്ടിപ്പ് കാണിക്കത്തില്ല. ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകാതിരുന്നാൽ മതി എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഇത് കണ്ടല്ലോ. അപ്പൊ ഇത് ഈ പപ്പായ അച്ചാറ് വേണമെന്നുള്ളവര് നിങ്ങൾ വാങ്ങി കഴിച്ചു നോക്കുക. എനിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സൊക്കെ ഒരു പ്രോത്സാഹനം പോലെ സോപ്പ് വാങ്ങി ഇതൊക്കെ വാങ്ങിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എല്ലാവരും, കേട്ടല്ലോ. അപ്പം ഞങ്ങൾ ഇനിയിപ്പം ഇന്നിതേ ഫ്രഷ് ആയിട്ട് പാക്ക് ചെയ്ത് എൻ്റെ ഒരു മാമിന് വേണ്ടിയിട്ട്, ജയന്തി എന്ന് പറഞ്ഞൊരു മാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പാക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഇത് ഫ്രഷ് ആക്കി വെച്ചേക്കുന്ന. ഇനി ഓരോ ആൾക്കാരും വാങ്ങണം കേട്ടാ. ഇത് ഞാൻ വാങ്ങണമെന്ന് പറയുന്നത് വാങ്ങിച്ച് നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. വേറെ ഒന്നും ഞാൻ നിർബന്ധിക്കാറില്ലേ വാങ്ങണമെന്ന് പറഞ്ഞ്. ഇതൊന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ആവശ്യക്കാർ ഗൾഫിൽ പോണവര്, കല്യാണ ആവശ്യങ്ങൾക്ക്, പിന്നെ ഹോട്ടലൊക്കെ റെസ്റ്റോറൻറ്റ് ചെയ്യുന്നവർക്ക്, എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഞങ്ങൾ എത്ര വേണമെന്ന് നിങ്ങൾക്ക് ഇട്ടുതരും. നേരിട്ട് വന്നാലും വാങ്ങാം, ഓൺലൈനിൽ. പക്ഷേ ഒറ്റ കാര്യമുള്ള, തലേന്ന് പറയരുത്. ഫ്രഷ് ആയിട്ട് നമ്മൾ ഇടുന്നത് കൊണ്ടും പ്രിസർവേറ്റീവും കാര്യങ്ങളും ഒന്നും ചെയ്യാത്തത് കൊണ്ടും നമ്മൾ വെച്ചിരുന്ന് അതിനെ നശിപ്പിച്ച് അയക്കത്തില്ല. നിങ്ങൾ 10 ദിവസം മുന്നെങ്കിലും പറഞ്ഞാൽ മാത്രമേ തയ്യാറാക്കി ഞങ്ങൾക്ക് അയക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ബൾക്കാക്കിയിട്ട് ഇവിടെ ഇട്ടിരിക്കത്തില്ല. നമ്മൾ ഫ്രഷ് ആക്കി ഇട്ടിട്ട് വെക്കും. അത് ഇവിടെ നേരിട്ട് വരുന്നവർക്കും അങ്ങനെ അങ്ങ് സെയിൽ ചെയ്യും. ഓൺലൈനിലുള്ളവർ ദയവ് ചെയ്തൊരു 10 ദിവസം മുന്നെങ്കിലും നിങ്ങളത് കറക്റ്റ് പറയണം. അതും കൂടിയുള്ളൂ. ഇത് നമ്മുടെ തന്നെ കൊഞ്ചച്ചാറ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വാങ്ങിയവർക്കെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. ഇത് നമ്മളെ പപ്പായ, റെഡ് ലേഡി പപ്പായയാണ്, നാടൻ പപ്പായയല്ല. റെഡ് ലേഡി പപ്പായ നമ്മുടെ ഇവിടെ പിടിച്ച പപ്പായയാണ്. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അച്ചാറിന്റെ ഒരു പുതിയൊരു ഇതാണ്. ഇതിന്റെ പേരെന്ന് പറയുന്നത് ഗാർഡൻ സ്പിക്കിൾ എന്നാണ് ഇട്ടിട്ടുള്ളത്. അതൊക്കെ സ്റ്റിക്കറൊക്കെ വഴി ഒട്ടിക്കും, തുടക്കമില്ലേ. അപ്പം നിങ്ങൾ അതും മനസ്സിലാക്കുക. അപ്പം ആവശ്യക്കാർ ഓർഡർ എടുക്കുക കേട്ടോ. എല്ലാ ടൈപ്പ് പ്ലാൻസും ഞങ്ങളുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നേരിട്ട് വന്നാലും ഓൺലൈനിലും പർച്ചേസ് ചെയ്യാം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം എന്തെങ്കിലും അവരെ മറക്കരുത്. ആരെയാണ് നമ്മൾ ആദ്യം തുടങ്ങിയ ആൾക്കാരുണ്ടല്ലോ അവിടെ, ആരാ നമ്മുടെ ഫെനലോപ്സിസുകാർ, മറക്കരുത്. ഡെൻഡ്രോബിയൻകാരെ മറക്കരുത്. ആവശ്യക്കാരെല്ലാം ഓർഡർ എടുത്ത് ഇപ്പം തന്നെ പേയ്മെന്റ് ചെയ്ത് ഓർഡർ എടുത്ത് ബുക്ക് ചെയ്തിട്ട് കേട്ടോ. അപ്പം വാട്സപ്പ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നുണ്ട്. വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. ഒപ്പം വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഇത് ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞ് ഓർഡർ എടുക്കുക കേട്ടോ. അങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്. വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ആ പൂവിന്റെ പടം എടുത്ത് അയച്ച ആ പൂവ് ബുക്ക് ചെയ്തതിനു ശേഷം മാറ്റി വെച്ചിട്ട് നമ്മൾ അയക്കും. ചൊവ്വയും ബുധനുമായിട്ട് അയക്കാറുള്ളൂ. അയക്കുന്ന ദിവസം തീർച്ചയായിട്ടും പറയും. ഒരു ദിവസം തിങ്കളാഴ്ച അയക്കേണ്ടി വന്ന് അത്രയും
കൊറിയർ ഉള്ളത് കൊണ്ടും ടൈം നമുക്ക് തികയാത്തത് കൊണ്ടുമാണ് ചിലപ്പോൾ തിങ്കളാഴ്ച അയച്ചെന്നിരിക്കും. അയക്കുന്ന ടൈമിൽ നമ്മളത് കറക്റ്റ് പറയും. അതെല്ലാവരും മനസ്സിലാക്കണം. അപ്പം ഓക്കെ കേട്ടോ, ശരിയേ.